പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു അന്ധന് കുറേ ജനങ്ങൾ കൂട്ടം കൂടി യേശുനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയാണ്, ഇവനെ സുഖപ്പെടുത്തണം, ഇവനെ നീ സുഖപ്പെടുത്തണം. യേശുനാഥൻ അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അപ്പം ജനങ്ങളും അവൻ്റെ പുറകെ പോയിട്ടുണ്ടാവും. യേശു ചെയ്ത പ്രവൃത്തി നോക്കിക്കോളാം. എന്താണ് ചെയ്തത്? അവൻ്റെ കണ്ണിലേക്ക് അങ്ങോട്ട് തുപ്പി. യേശുനാഥൻ ഒറ്റ തുപ്പാണ്. ആ തുപ്പലിന് അർത്ഥമുണ്ട്. ഈ വന്ന കൂട്ടരും അത്ര ക്ലിയർ അല്ല. വന്ന കൂട്ടരും പാപത്താൽ വന്നവരാണ്. അപ്പം യേശുനാഥൻ അവൻ്റെ മുഖത്തേക്ക് തുപ്പിയാണ്. അവൻ അന്ധനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് പല വിധത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, തുപ്പിയ ശേഷം യേശുനാഥൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കാണുന്നു? നീ എന്ത് കാണുന്നു? അർത്ഥമുണ്ടായിരുന്നു. ആ ചോദ്യം ആ വന്ന ജനത്തോടാണ് ചോദിക്കുന്നത് യേശുനാഥൻ. നീ എന്ത് കാണുന്നു? നീ എന്ത് പ്രവർത്തിക്കുന്നു? തുപ്പിയാണ് യേശുനാഥൻ. ആ തുപ്പ് ആ അന്ധൻ്റെ കണ്ണിലാണ് തുപ്പിയതെങ്കിലും ആ തുപ്പൽ വീണത് കൊണ്ടുവന്നവരുടെ കണ്ണിലാണ്. നീ എന്ത് കാണുന്നു? യേശു ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു? യേശുവിനെ അറിയാം. യേശു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അതിനൊക്കെ 1000 മടങ്ങ് അപ്പുറമുള്ള ഒരു വാക്ക് യേശുനാഥൻ്റെ. യേശുവിന് അവൻ്റെ കണ്ണിൽ തുപ്പേണ്ട ആവശ്യമുണ്ടോ? തുപ്പി ചെളി ഉണ്ടാക്കി കണ്ണിൽ പുരട്ടിയിട്ട് ശിലാക കുളത്തിൽ പോയി കഴുകുക എന്ന് യേശുനാഥൻ പറയുന്നുണ്ട്, അല്ലേ? അതൊക്കെ വളരെ ക്ലിയറാണ്. പക്ഷെ ഇവിടെ യേശുനാഥൻ അവൻ്റെ കണ്ണിലേക്ക് തുപ്പിയാണ്. ആ തുപ്പണത് മറ്റുള്ളവരുടെ മുഖത്തേക്ക് കൂടിയാണ് യേശുനാഥൻ തുപ്പണത്. കാരണം ദൈവത്തിൽ നിന്നും വളരെയധികം അകലെയാണ് അവരെല്ലാം. അതുകൊണ്ട് തുപ്പിയാണ് യേശുനാഥൻ. എന്നിട്ട് യേശു ചോദിക്കും, നീ എന്ത് കാണുന്നു? ആ ചോദ്യം അവനോടല്ല ചോദിക്കുന്നത്, ആ നിന്നവരോടാണ് ചോദിക്കുന്നത്. നീ എന്ത് കാണുന്നു? നീ എന്ത് പ്രവർത്തിക്കുന്നു? അപ്പം ആ അന്ധൻ പറയും, ഞാൻ മനുഷ്യനെ കാണുന്നു, പക്ഷെ അവർ മരങ്ങളെപ്പോലെ നിൽക്കുന്നു. മരങ്ങളെപ്പോലെ നിൽക്കുന്നു. എന്നാൽ അവ ചലിക്കുന്നുണ്ട്. അർത്ഥമുണ്ട് ആ പറയണതിനും ആ കേൾക്കുന്നതിനും. അത് കഴിഞ്ഞിട്ട് യേശു ശരിക്കും ചെയ്യാൻ പോണ പ്രവൃത്തി അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അവൻ കൈ കണ്ണുകളിലേക്ക് വെച്ച് അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി. അവന് കാഴ്ച കിട്ടി. അതാണ് യേശുനാഥൻ ആദ്യമേ ചെയ്യേണ്ടത്. പക്ഷെ ആദ്യം ചെയ്തത് മുഴുവനും ആ കൊണ്ടുവന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. വചനം ശ്രവിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. 38 വരെ. 22 മുതലുള്ള വാക്യങ്ങൾ 38 വരെയുള്ള വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോണത്. അതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുനാഥൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടണതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും ജ്വലിക്കണമേ എന്ന് അമ്മയുടെ മണവാളനായ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അമ്മയുടെ മധ്യസ്ഥം യാചിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം ശ്രവിക്കാം. 22-ാം വാക്യം. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറേ പേർ യേശുനാഥൻ നടന്ന് ബെത്സയിദ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കുറേ പേർ ഒരു അന്ധനെ യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ട് കൊണ്ടുവരികയാണ്, ഇവൻ്റെ കണ്ണ് സുഖപ്പെടുത്താൻ. അപ്പം ഈ അന്ധനെ കൊണ്ട് സുഖപ്പെടുത്താൻ കൊണ്ടുവന്നാക്കണതിലൊക്കെ പല ലക്ഷ്യങ്ങളും ഉണ്ടാവില്ലേ. അവർ യേശുനാഥനെ പിടിക്കാൻ വേണ്ടി
നടക്കുന്ന കൂട്ടത്തിലുള്ളവരുണ്ട്. അതാണ് യേശുനാഥൻ കാണിക്കുന്ന ഒരു പ്രവൃത്തി. യേശുനാഥൻ എല്ലാവരുടെയും ഉള്ളറിയുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയണം. അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവനെ തൊടണമെന്ന് ഈ കൊണ്ടുവന്നവരെ, സ്പർശിക്കണമെന്ന് ഈ കൊണ്ടുവന്നവരെ യേശുവിനോട് യാചിക്കണം. അതിന് യേശു ഉടനെ 23-ാം വാക്യം. അപ്പോൾ ഇവരുടെ ഈ സംസാരവും ഈ പൊട്ടക്കടൻ വെറുതെ നിൽക്കണം. അപ്പോൾ സംസാരിക്കുന്നത് ഈ കൊണ്ടുവന്ന വ്യക്തികളാണ്. അപ്പോൾ യേശുനാഥൻ ഒന്നും മുട്ടുന്നില്ല. യേശുനാഥൻ 23-ാം വാക്യം. യേശുനാഥൻ അവനെ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയാണ്, വെളിയിലേക്ക് കൊണ്ടുപോയി. അതായത് ബെത്സയിദ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് അവനെ കൊണ്ടുപോയി യേശുനാഥൻ. അപ്പം അതിൻ്റെ പുറകെ ഈ കൊണ്ടുവന്ന വ്യക്തികളും വരുന്നുണ്ട്. യേശുനാഥന് പോകുന്നുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് തുപ്പി. ശേഷം ഒറ്റ തുപ്പാണ് കർത്താവ് അവൻ്റെ കണ്ണുകളിലേക്ക്. അപ്പോൾ വീണ്ടും പുറത്തിടെ വരെയാണ്. അപ്പോൾ അവരുടെ മുഖത്താണ് തുപ്പേണ്ടത്. പക്ഷേ ഈ അന്ധൻ്റെ മുഖത്തേക്കാണ് യേശുനാഥൻ തുപ്പുന്നത്. പ്രത്യേകം ഇവിടേക്ക് 23-ാം വാക്യം. അവൻ്റെ കണ്ണുകളിലേക്ക് തുപ്പി. ഒറ്റ തുപ്പാണ് കർത്താവ്. ആലോചിച്ച് വയ്ക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് പറയും? ഇപ്പം നമ്മൾ ചിന്തിക്കുക, ഒരു മുഖക്കുരുള്ളൊരു മനുഷ്യൻ, മുഖക്കുരു നിറച്ച് മുഖക്കുരുകളാണ്. കണ്ണ് കാണുന്നുണ്ട്, മുഖത്ത് നിറച്ച് മുഖക്കുരുകളാണ്. ഒരു പ്രവാചകന്റെ അടുത്ത് കൊണ്ടിരിക്കണം. അവർ യേശുവിനെ പ്രവാചകനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വചനം പ്രവേശിക്കുന്ന ഏതെങ്കിലും ഡൊമിനിക്കസിന് ആരെങ്കിലും ഇങ്ങനെ ഒറ്റ തുപ്പങ്ങോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അവരുടെ സ്വഭാവമാണ് അല്ലേ? പെട്ടെന്ന് അവൻ സ്വഭാവം നീ എന്തിനെ തുപ്പിയെന്ന് ചോദിക്കും. അവിടെ പ്രശ്നം ഉണ്ടാവും ഭയങ്കരമായിട്ട്. ആ തുപ്പിയ തുപ്പല് വളരെയധികം അർത്ഥമുണ്ട്. യേശുനാഥൻ തുപ്പി. ഒറ്റ തുപ്പാണ് അവൻ്റെ മുഖത്തേക്ക്. ജനത്തിനെ അടുത്തുനിന്ന് കൊണ്ടുപോയാൽ യേശുനാഥൻ അങ്ങോട്ട് പുറത്തേക്ക്. ദേഷ്യത്തോടെ ഇരിക്കുള്ളൂ അവർ ചെയ്യണത്. യേശുനാഥൻ എന്താണെന്നാ, യേശുനാഥനെ പിടിക്കാനും ഒറ്റിക്കൊടുക്കാനും പിന്നെ എങ്ങനെ വലയെത്തി ചാടിക്കാന്നൊക്കെ ഉള്ള കൂട്ടന്മാർ ഇതിനകത്തുണ്ട്. അവരെയൊക്കെ നോക്കിയിട്ടാണ് യേശുനാഥൻ ഒറ്റ തുപ്പാണ് അവർ വലിയ. തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു. തുപ്പിയ ശേഷം അവൻ്റെ ശരീരത്തിൽ കൈകൾ വയ്ക്കുകയാണ് യേശുനാഥൻ. ഒരുപക്ഷെ ഷോളറിലായിരിക്കും, കണ്ണ് കണ്ടുകൂടാ. ഒറ്റ തുപ്പാണ് യേശുനാഥൻ. തുപ്പിയിട്ട് അവൻ്റെ മേത്തോട്ട് കൈ വെച്ചു. ആ കൈ വയ്ക്കുന്നതിലും അർത്ഥമുണ്ട്. ക്ഷമിക്ക് എന്നുള്ളതിലാണ് ആ കൈ വയ്ക്കുന്നത്. തുപ്പി നിന്റെ മുഖത്തേക്ക് ഞാൻ തുപ്പി കറക്കാൻ. പക്ഷെ നിനക്ക് കാഴ്ച കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. ആ തുപ്പല് നിന്നെയല്ല ഞാൻ തുപ്പിയത്. അവിടെയാണ് അർത്ഥം. അത് യേശുനാഥൻ അവരുടെ ഷോളറിലെ ദേഹത്തെ കൈകൾ വെച്ച് പ്രത്യേകം അവിടെ പറയുന്നു. തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു. കൈകൾ വെച്ചിട്ട് സമാധാനത്തോടെ യേശു ചോദിക്കണം. യേശുവിന് കാണാം എന്താ ചോദിച്ചെന്ന് നോക്കിയ. നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ ചോദ്യം അവനോടാണോ? ശരിക്കും ചിന്തിക്കണം. നമ്മൾ ഈ വചനമൊക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ട് ചിന്തിക്കണം. അവനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ കൊണ്ടുവന്നവരോട് ചോദിക്കുകയാണ്, നീ എന്താണ് കാണുന്നത്? നീ എന്താണ് ചെയ്യുന്നത്? നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അടുത്തുണ്ടോ എന്നൊക്കെ യേശുനാഥന് ചോദിക്കുക. പക്ഷേ യേശുനാഥനോട് കൊണ്ടതില്ല. യേശു അവനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? യേശുവിനെ കണ്ടുകൂടെ? അറിയില്ലേ? കാണുന്നത് അറിയാം. പക്ഷെ ചോദിക്കുന്ന യേശുനാഥൻ. ഉടനെ അവൻ മറുപടി പറയുന്നത് 24-ാം വാക്യം. അവൻ നോക്കിയിട്ട് അവൻ പറഞ്ഞു. അവൻ നോക്കി. അതിനല്ല ആരെയാണ് നോക്കിയത്? യേശുനാഥൻ
തുപ്പിയ ശേഷം അവനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ആ കൊണ്ടുവന്ന മനുഷ്യരെ തന്നെയാണ് ഇവ കാണുന്നത്. അർത്ഥം മനസ്സിലാക്കണം കേട്ടോ നമ്മൾ. ആ കൊണ്ടുവന്ന മനുഷ്യരെ തന്നെയാണ് അവൻ കാണുന്നത്. നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. ഏതാണ് മനുഷ്യര്? ആ അന്ധനെ കൊണ്ടുവന്ന ആ വ്യക്തിയിലാണ് ഇവൻ കാണുന്നത്. എന്നിട്ട് അവൻ പറയണത് എന്താണെന്ന് നോക്കിയോ, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. ആ കൊണ്ടുവന്ന വ്യക്തികളെ നോക്കിയിട്ട് അവൻ പറയണ്, ഇതൊക്കെ ഒരു മരങ്ങളെ പോലെ നിൽക്കണേ. മരത്തിൻ്റെ സ്വഭാവം എന്നിട്ടാണ് ആലോചിച്ച് നോക്കിയ. ഉണങ്ങിയ മരം, പച്ച മരം, മരത്തെ പോലെ ഇരിക്കുന്നു. അവ നടക്കുന്നതായും കാണുന്നു. കണ്ട, ഇടയ്ക്ക് അതിനകത്ത് ചിലവർ നടക്കുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. കുറച്ച് പേരാണല്ലോ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു? യേശു ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു. എന്നിട്ട് വീണ്ടും അവൻ പറയുന്നത്, അവൻ നടക്കുന്നതായി ഞാൻ കാണുന്നു. അത് ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. 25-ാം വാക്യം, വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അതാണ് സത്യം യേശുനാഥൻ ചെയ്യുന്നത്. ഇതാണ് യേശുനാഥൻ ചെയ്യുന്ന പ്രവൃത്തി. ആ തുപ്പിയതാർക്ക് വേണ്ടിയാണ്? നീ ആര് എന്ത് കാണുന്നു എന്ന് ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അവൻ മറുപടി പറയണത് എന്തായിട്ട് ചിന്തിക്കുന്നത്. അവിടേക്ക് നമ്മൾ ഈ വചനം ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഇതൊന്നുമല്ല, അതിലേക്ക് അപ്പുറമുണ്ട്. അവൻ സൂക്ഷിച്ചു നോക്കി. യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. 2 കരവും യേശുനാഥൻ്റെ കരം അവൻ്റെ കണ്ണുകളിലേക്ക് വയ്ക്കുകയാണ് യേശുനാഥൻ. ഇതാണ് യഥാർത്ഥ ശുശ്രൂഷ. യേശുനാഥൻ അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ കഴിയും. അപ്പോൾ യേശുനാഥൻ എന്താ ചെയ്ത് നോക്കിട്ടോ, 2 കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി. കൈകൾ വെച്ചിട്ട് യേശുനാഥൻ വളരെ അർത്ഥമായിട്ട് നോക്കിയാണ്. ആ നോട്ടമാണ് അവന് കാഴ്ച കിട്ടുന്നത്. കൈ വെച്ചിട്ടല്ല കിട്ടുന്നത്. യേശുനാഥൻ്റെ ആ നോട്ടം പ്രത്യേകം വിധിക്കുന്നുണ്ട്. കൈകൾ വെച്ച് അവൻ സൂക്ഷിച്ചു നോക്കി. യേശുനാഥൻ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇത് ആദ്യം ചെയ്താൽ പറയും, ചെയ്തില്ല. ആദ്യം ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? കൊണ്ടുവന്നവർക്ക് വേണ്ടി. ഉണ്ടാവുന്നതാണ് യേശു കൈകൾ വെച്ച് അവനെ സൂക്ഷിച്ചു നോക്കി. കാഴ്ച തിരിച്ച് കിട്ടുകയും ചെയ്തു. ആ നോട്ടത്തിൽ തന്നെ അവന് കാഴ്ച തിരിച്ച് കിട്ടിയെന്ന് യേശുനാഥൻ അറിയണം. തിരിച്ച് കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. യേശുവിനെ ചോദിക്കുന്നുണ്ടോ? യേശുനാഥൻ മുഖത്ത് തുപ്പിയിട്ട് ചോദിച്ച്, നീ എന്ത് കാണും? അപ്പൊ അവൻ പറയണത്, മനുഷ്യരെ കാണുന്നത്. പക്ഷെ അവര് ഉണക്കമരമായിട്ട് നിൽക്കണം. ഉണക്കമരം എന്ന് പറയുന്നില്ല, മരങ്ങളായിട്ട് നിൽക്കണം. അത് നമ്മൾ ഊഹിച്ചാൽ മതി. ഉണക്കമരം, പച്ചമരമല്ല, ഉണക്കമരമായിട്ട്. ഉണക്കമരത്തിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോൾ വേണേലും വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വെട്ടി മാറ്റുമായിരുന്നു അല്ലേ? ഒന്നിനും കൊള്ളില്ല. പച്ചമരമാണില്ല, അതവിടെ നിൽക്കും, തണൽ കിട്ടും, അതിൻ്റെ ചോട്ടി പേരിക്കാം അല്ലേ? ഉണങ്ങിയ മരത്തിൻ്റെ ചോട്ടി പേരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അത് മേത്തേക്ക് വീഴും ചിലപ്പോൾ. അപ്പോൾ അവൻ പറയാണ്, അത് മരങ്ങളെ പോലെ ഇരിക്കണം. അവൻ മരമായിട്ടിട്ട് അവനോട് പറഞ്ഞതാണ്. കണ്ണു കാണാത്തവനോട് അവൻ പറഞ്ഞില്ല. അവൻ പറയുന്നത്, അവൻ്റെ ഉള്ളിൽ കിടക്കണം, അവൻ്റെ അടുത്ത് പറയുന്നത് അത് മരങ്ങളെ പോലെ ഇരിക്കുന്നു. പക്ഷെ അവർ നടക്കുന്നുണ്ട്. അപ്പോൾ ആരെ പറ്റിയാണ് പറഞ്ഞത്? ശരിക്കും മരത്തെ പറ്റിയാണ് പറയണതല്ല, ആ കൊണ്ടുവന്ന വ്യക്തികളെ പറ്റിയാണ്. അവൻ തന്നെ അവൻ്റെ വായിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യേശുനാഥൻ അവൻ്റെ കണ്ണിലേക്ക് കൈകൾ വെച്ചിട്ട് സൂക്ഷിച്ചു നോക്കി. കാഴ്ച തിരിച്ചു കിട്ടുകയും അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. എല്ലാ വസ്തുക്കളും അവൻ വ്യക്തമായി കണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചേക്കും. യേശുനാഥൻ അവരോട് മുണ്ടുന്നില്ല. 26-ാം വാക്യം, ഗ്രാമത്തിൽ
വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞു യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. അവനോട് പറഞ്ഞു, നീ ഗ്രാമത്തിലേക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. നേരെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അർത്ഥമുണ്ട് ആ പറയുന്ന വാക്കിനൊക്കെ. നീ ഗ്രാമത്തിൽ പോയത്, ഗ്രാമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നീ കാഴ്ച കിട്ടി, ഇന്നാൾ സുഖപ്പെടുത്തി എന്നൊക്കെ പറയും. യേശുനാഥനും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നീ ഗ്രാമത്തിലേക്ക് പോകണ്ട, നേരെ വീട്ടിലേക്ക് പോയിക്കളാൻ താക്കീത് കൊടുത്ത് അവനെ പറഞ്ഞു വെച്ചു. 27-ാം വാക്യം. യേശുവും ശിഷ്യന്മാരും കെസറിയ ഫിലിപ്പിയ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. അവിടുന്ന് യേശുനാഥൻ ഇവന് കാഴ്ച കൊടുത്ത ശേഷം അവിടുന്ന് പോവുകയും ശിഷ്യന്മാരും. ഹല്ലേലൂയ. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു. ആര്? യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് എന്നാണ്. ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ഈ അടയാളം കാണിക്കുമ്പോഴും ശിഷ്യന്മാർ യേശുനാഥൻ്റെ കൂടെയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരത്ഭുതവും അവർക്ക് പ്രവർത്തിക്കാനേ പറ്റണില്ല. അതിൻ്റെ ഒരു വേദന യേശുനാഥന് വേറെ. പിന്നെ ഈ കൊണ്ടുവന്ന വ്യക്തികൾ അത്ര ക്ലിയർ അല്ല. അതിനകത്തുകൊണ്ട് ചില ദുഷ്ടത നിറഞ്ഞവന്മാർ, അവരും കർത്താവിനെ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതൊക്കെ അതിനകത്തുകൊണ്ട് പിറുപിറുപ്പുള്ളവർ. അതൊക്കെ കൊണ്ടൊക്കെയാണ് യേശുനാഥൻ അങ്ങോട്ട് ഒരൊറ്റ തുപ്പാണ് അവൻ്റെ മുഖത്തേക്ക് ഉണ്ടാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ യേശുനാഥൻ അവൻ്റെ തോളിൽ കൈവയ്ക്കുകയാണ്. എന്നിട്ടാണ് യേശു ചോദിക്കേണ്ടത്, നീ എന്ത് കാണുന്നു? നീ എന്ത് കാണുന്നു? അതൊരു ചോദ്യമാണ്. യേശുവിനറിയാം അതിന് കാഴ്ച കിട്ടിയിട്ടില്ലെന്ന്. എന്ത് കാണുന്നെന്ന് ചോദിച്ചത് അവനോടല്ല, അവൻ്റെ കൂടെ നിന്നവരോടും ശിഷ്യന്മാരോടൊക്കെയാണ് ചോദിക്കുന്നത്. നീ എന്ത് കാണുന്നു? അപ്പൊ അവൻ്റെ വായിൽ നിന്ന് തന്നെ പറയുന്നു, ഞാൻ മനുഷ്യനെ കാണുന്നു. എൻ്റെ ശിഷ്യന്മാരായ മനുഷ്യരും എന്നെ കൊണ്ടുവന്ന മനുഷ്യരെയും കാണുന്നു. പക്ഷേ അവർ ഒരു മുണക്ക മരമായിട്ട് നിൽക്കണം, ഒരു മരം പോലെ നിൽക്കണം. അവർ ചലിക്കുന്നുണ്ടെന്ന്. മരം എങ്ങനെ ചലിക്കുക? അവൻ പറയുന്ന വാക്കുകളാണ് അതൊക്കെ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യേശുനാഥൻ അവൻ്റെ കരം എടുത്തിട്ട് അവൻ്റെ കണ്ണിലേക്ക് വെക്കണം. അപ്പം വെച്ചിട്ട് അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കി. അതോടെ അവന് കാഴ്ച ലഭിക്കുകയും ചെയ്യും. ഇതാദ്യം ചെയ്യണമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല അവിടെ ചെയ്തത്. അവിടെ കൊണ്ടുവന്ന വ്യക്തികളും അവിടെ ചോദ്യവും അവിടെ പറച്ചിലൊക്കെ വേറെ വ്യത്യാസമാണ്. ഹല്ലേലൂയ. യേശുവേ, ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ. എന്താ ചിലർ യേശുവിനെ പറ്റി പറയണത്? നിങ്ങൾ ആര് എന്താണ് എന്നെപ്പറ്റി പറയണതെന്ന് യേശുനാഥൻ അവരോട് ചോദിക്കുന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന വ്യക്തികൾ എന്തായിരിക്കും യേശുനാഥനെ കണ്ടിട്ട് പറയുന്നത്? ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ സ്നാപക യോഹന്നാനാണ്, അതല്ല മറിയത്തിൻ്റെ മോനാണ്, അല്ലെങ്കിൽ യോസേപ്പിൻ്റെ മകനാണെന്നൊക്കെ ഇവരുടെ മനസ്സിൽ കിടപ്പുണ്ടാവും. പിന്നെ ഇത്രയും കഴിവ് അങ്ങനെ കിട്ടി, പിന്നെ ആരാണ് എന്നൊക്കെയുള്ള ചിന്തകൾ. അതാണ് യേശുനാഥൻ ചോദിക്കുന്നത്. ആളുകൾ എന്ത് പറയുന്നു? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റ് ചിലർ ഏലിയ എന്നും, വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. ഉടനെ യേശു അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശു ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരോട് ചോദിക്കുന്നു. പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. പത്രോസ് ഉടനെ ചാടി വീണു. കർത്താവിനെ ബന്ധിച്ച് കൊണ്ടുപോകുമ്പോൾ കോഴി കൂകാൻ പോവുകയാണ് 3 പ്രാവശ്യം. അവരാണ് ഈ പറയണത്, നീ
ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. തന്നെപ്പറ്റി ആരോടും പറയരുതെന്ന് യേശുനാഥൻ കൽപ്പിച്ചു. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിനെ പിടിക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറ്റപ്പെടുത്താനും എല്ലാത്തിനും. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ, എന്നിട്ട് യേശു പറയും, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരിൽ നിന്നും നിരസ്കരിക്കപ്പെടുകയും ചെയ്യും, വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവരെ പഠിപ്പിക്കുകയാണ് യേശുനാഥൻ. എന്താ, ഇതാദ്യമായിട്ടാണ് ശിഷ്യന്മാർ കേൾക്കുന്നത്. മുമ്പിൽ ഇതുപോലൊരു വാക്ക് യേശുനാഥൻ്റെ വായിൽ കേട്ടിട്ടില്ല. കാരണം ആ കൊണ്ടുവന്ന വ്യക്തികളിൽ അവരുണ്ട്. യേശുവിനെ നന്നായിട്ട് അറിയാം. യേശു എല്ലാം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കണ്ടുകൊണ്ട് നടക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെയുള്ള വ്യക്തിയാണെന്ന് യേശുനാഥന് നന്നായിട്ടറിയാം. അതാണ് യേശു ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്, എന്നാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? പിന്നെ പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണെന്ന്. ഓക്കെ. എന്നിട്ട് യേശു എല്ലാം പറയുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ മരണപ്പെടും, മനുഷ്യരാലും നിയമജ്ഞരും പുരോഹിതന്മാർ എല്ലാവരും ജനപ്രമാണികളാണ് ആ കൊണ്ടുവന്നത്. അങ്ങനെയുള്ളവരെ കൂടിയായിട്ട് യേശുവിനെ വധിക്കും, കൊല്ലും കുരിശില്ല. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം യേശുനാഥൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഈ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി. പത്രോസ് അവനെ കൈക്ക് പിടിച്ചിട്ട് കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി. മറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന്, മറ്റ് 12 ശിഷ്യന്മാരിൽ 11 ശിഷ്യന്മാരും ഉണ്ടാവും. അവരിൽ നിന്നും കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശുവിനോട് തടസ്സം പറയാൻ തുടങ്ങി. എന്താണ് അവൻ പറയണത്? യേശു തടസ്സം പറയാൻ തുടങ്ങി. പലരും നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് തടസ്സങ്ങൾ പറയാൻ തുടങ്ങി. ഇതൊരിക്കലും സംഭവിക്കുക, ഒരിക്കലും പാടില്ല എന്നൊക്കെ തടസ്സം എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ യേശു പിന്തിരിഞ്ഞു. അപ്പോൾ മുമ്പോട്ടാണ് നിൽക്കുന്നത്. നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ടു. പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ടു. പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്നും പോകും. പത്രോസിനെ യേശുനാഥൻ വിളിക്കുന്നു, സാത്താനെ, എൻ്റെ മുൻപിൽ നിന്നും പോകും. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ച് വരുത്തി അവരോടും പറഞ്ഞു, ആരെങ്കിലും, എല്ലാ ശിഷ്യന്മാരെയും കൂടി ഒന്നിച്ചു കൂട്ടി, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിചരിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ആരെങ്കിലും ഉണ്ടാവുമോ? യേശുനാഥൻ കുരിശെടുക്കുമ്പോൾ യേശുനാഥൻ പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. യേശു ചുമക്കാൻ പോകുന്ന കുരിശ്, അതിൻ്റെ പിന്നാലെയെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുമോ? പറ്റില്ല. വരാമെന്നൊക്കെയാണ് അവർ പറയും. എണ്ണം ഉണ്ടായില്ല, കാണാൻ പറ്റും നമുക്കല്ലേ. ഹല്ലേലൂയ. 35-ാം വാക്യം യേശു പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുവാൻ അത് നഷ്ടപ്പെടും. സ്വന്തം ജീവൻ രക്ഷിക്കാൻ. അങ്ങനെയല്ലേ പത്രോസിനെ തള്ളി പറഞ്ഞു, യൂദാസ കൂട്ടിക്കൊടുത്തല്ലേ, എന്തെല്ലാം സംഭവിച്ചു. ശിഷ്യന്മാരെ നോക്കിയാലും യേശു പറയുന്നു, സ്വന്തം ജീവൻ, അവനവൻ്റെ കാര്യമാണ്. സ്വന്തം ജീവൻ
സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഏത്? യേശുനാഥൻ ചമക്കാൻ പോകുന്ന കുരിശ് മരണം അത് നഷ്ടപ്പെടുത്തുകയും. അതാണ് പത്രോസ് തടസ്സം പറയാൻ തുടങ്ങിയത്. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ, എന്നത്തെ യേശു പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ആരെ പറ്റിയാണ് പറയണത്? ശിഷ്യന്മാരെ പറ്റി, യുവദാസിന്. എന്താ പറയണത്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സമ്പത്ത് കൊണ്ട് എന്തെല്ലാം കൊടുത്ത് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് വാങ്ങിയാലും എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? ശരിയല്ലേ കർത്താവ് പറയണ വാക്ക്? അവൻ 30 വെള്ളിക്കാശ് പുരോഹിതന്മാരുടെ അടുത്ത് നിന്ന് ഏറ്റുവാങ്ങി. എന്ത് പ്രയോജനം ഉണ്ടായി അവന്? ഒന്ന് കിട്ടിയവന് നമ്മുടെ അവൻ ജീവൻ കളഞ്ഞു. എന്താ അതാണ് യേശു പറയണത്? തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? വാക്കിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. യേശു മുൻകൂട്ടി കാണുന്ന ഓരോരുത്തരും ഒരുത്തൻ തള്ളിപ്പറയും, 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കും. ഇതൊക്കെ യേശുനാഥൻ കാണുന്നു. അതാണ് യേശുനാഥൻ പറയുന്നത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാ? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ആത്മാവിന് സ്വന്തമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? എന്തെങ്കിലും കിട്ടിയോ? ദാസനേക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു. പിന്നെയും ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷെ അത് ഗുരുവിന് 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തു. പാപം നിറഞ്ഞതും അവിശ്വസ്തതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ച്, എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലഞ്ചിക്കുന്നില്ല. യേശു പറയാം, എന്നെ പറ്റിയോ എൻ്റെ ഈ വചനത്തെ പറ്റിയോ ലഞ്ചിക്കുന്നവനെ പറ്റിയോ മനുഷ്യപുത്രനെ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധൻ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലഞ്ചിക്കും. ദൂതന്മാരുടെ കൂടെയൊക്കെ വരുമ്പോൾ ലഞ്ചിക്കുന്നതാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപാർന്നവരെ സുസ്ഥീകരണങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നത് ഈശോ നിഗ്രഹിക്കപ്പെട്ടതാവുന്നത്. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വരുന്ന സമയത്തും തമ്പുരാനോട് യേശുവണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.